നമസ്കാരം. അപ്പോൾ അമേരിക്കയ്ക്കെതിരെ ഇന്ത്യ ഒരു ശക്തമായ ഒരു നിലപാടുകൾ സ്വീകരിച്ചു വരികയാണ്. ഇതിൻ്റെ ഒരു ചരിത്ര പ്രാധാന്യമെന്ന് പറഞ്ഞാൽ, ഇന്ത്യയെ കണ്ടെത്താനുള്ള ഒരു യാത്രയിലാണ് യൂറോപ്യൻസ് അമേരിക്ക കണ്ടെത്തുന്നത്. അപ്പോൾ അമേരിക്കയുടെ പിതാമഹന്മാരെന്ന് പറയുന്നത് ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യയുടെ ബേസാണ് അവരുടെ പാരമ്പര്യമെന്ന് പറയാവുന്നത്. അങ്ങനെ ഇരിക്കെ അമേരിക്കൻ രാഷ്ട്രം അങ്ങനെ വലിയൊരു ലോകത്തിലെ സമ്പന്ന രാഷ്ട്രമായി, ശക്തി രാഷ്ട്രമായി മാറുകയും ചെയ്തു. എന്നാൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഏകദേശം 140 കോടി ജനങ്ങളോളം നമ്മൾക്കുണ്ട്. നമ്മൾക്ക് ഈ വിഭവശേഷി ഉപയോഗിച്ചും, മാനവികമായ ഈ വിഭവശേഷി ഉപയോഗിച്ചും, ഇന്ത്യയിലെ ഭൂപ്രകൃതി ശേഷി ഉപയോഗിച്ചും ലോകത്തെ നയിക്കേണ്ട ചുറ്റുപാടിൽ നമ്മൾ എത്തിയിരിക്കുന്നു എന്നുള്ളത് അഭിമാനാർഹമായ സംഗതിയാണ്. അപ്പോൾ നമ്മുടെ ഈ മാനുഷ്യ ശക്തി ഒരിക്കലും ഇന്ത്യയിൽ മാത്രം നമുക്ക് നിലനിർന്ന് കിട്ടാവുന്നതല്ല. നമ്മുടെ മനുഷ്യ വിഭവശേഷി പരമാവധി ഉപയോഗിച്ച് ലോകത്തിൻ്റെ നിയന്ത്രണം നമ്മൾ നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് നമ്മുടെ പ്രധാനമന്ത്രി ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഒരു യജ്ഞം നമ്മൾ കൈവിടാതെ, നമ്മൾ ഭാരതീയർ രാഷ്ട്രീയമായും സാമൂഹികമായും മതപരമായും ഒരുമിച്ച് നിന്ന് ഇതിലേക്ക് നമ്മൾ നീങ്ങുകയും ഇതിലോട്ട് നമ്മൾ ആകൃഷ്ടരായി നമ്മുടെ എല്ലാ വിഭവശേഷികളും നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയണം. അപ്പോൾ നമ്മൾ കൂടുതൽ ഐശ്വര്യവാനും സമ്പന്നരുമായി തീരുകയും ചെയ്യും. നമ്മൾ ഭാരതീയർ ഇതിനായി ഒറ്റക്കെട്ടായി നിന്ന് നമ്മുടെ എല്ലാ കഴിവുകളും ഇതിനായി നമ്മൾ പ്രയോജനപ്പെടുത്തണം എന്നാണ് നമ്മുടെ ആഗ്രഹം. നമ്മൾ രാഷ്ട്രീയം, അങ്ങനെയുള്ള മതപരം, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഭിന്നതരാവാതെ നമ്മൾ ഒറ്റക്കെട്ടായി നമ്മൾ ഒരുമിച്ച് നിന്ന് നമ്മൾ ലോകത്തെ നയിക്കാനും ലോകത്തെ ഐശ്വര്യപ്പെടാനും നമ്മളും ഐശ്വര്യവാനായി മാറുകയും ചെയ്യണം.